അടിച്ചിട്ടുണ്ട്, ഹോൾ അടിച്ചിട്ടുണ്ട്. 1 2 3 4 5 6 ഇങ്ങനെ കുറേ ഹോൾ അടിച്ചിട്ടുണ്ട്. ഇത് നാലും ഒന്നിച്ച് വെച്ചിട്ട് ഹോൾ അടിച്ചേക്കണേയാണ്. ഹോൾ അടിച്ചിട്ട് ഇത് അഴിച്ച് എടുക്കും. ഇപ്പോൾ ഈ കാണുന്നത് ഒരു PVC പൈപ്പ് കൊണ്ട് ഉണ്ടാക്കിയേക്കണത് ഒരു റാക്കാണ്. അത് PVC പൈപ്പിന്റെ ഫിറ്റിങ്സ് ഒക്കെ ഇടാനുള്ള ഒരു റാക്ക് ഉണ്ടാക്കിയേക്കണയാണ്. അതതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ്. കുറച്ചു മുമ്പ് നമ്മളവിടെ ഹോൾ ഇട്ട ആ പീസ് ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള പീസ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് അതിന്റെ ഈ പൈപ്പിന്റെ താഴെ നമ്മളൊരു സ്ലോട്ട് ഇട്ടിട്ടുണ്ട്. ആ സ്ലോട്ട് വഴി ആ പീസ് കയറ്റി വിട്ടു. അതുപോലെ ഇതിന്റെ ഏറ്റവും താഴെ ഹോളുണ്ട്, കാണാം. സ്ലോട്ട് പൈപ്പിന്റെ കാലയില് ഹോളുണ്ട്. ആ ഹോള് വഴി ആ നമ്മൾ ഹോളിട്ട ആ പീസ്, ആ സ്ക്വയർ പീസ് ഷീറ്റ് നമ്മൾ കയറ്റിയിടും. കയറ്റി ഇട്ട് കഴിഞ്ഞിട്ട് ക്രോസ് പൈപ്പ് കയറ്റിയിടും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആ സാധനം ഉണ്ടാക്കിയേക്കുന്നത്. ആ സ്ക്വയർ ഹോളാണ് ഇത് കാണുന്നത്. ഹോള്, ഈ ഹോള് വഴി ത്രൂ അപ്പുറത്തേക്ക് ആ ഐറ്റം കയറ്റിവിടും. അപ്പോൾ അതൊന്ന് കയറ്റിവിടാനായിട്ട് പോവാണ്. ഇപ്പോൾ അവിടെ ഹോള് ഇട്ട പീസ് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാവുന്നതാണ്. ഇനി ഇവിടുന്ന് അത് പൈപ്പ് കയറ്റിയിടും. രണ്ട് ഹോള് ഇച്ചിരി സെൻട്രല് പൈപ്പിന്റെ സെൻട്രലായിട്ട്, മറ്റേ അത് ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പ് ഒരു സ്വല്പം കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നത് കൂട്ടിയിടാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അത് മറന്നുപോയായിരുന്നു. അതുകൊണ്ടാണ് ആ മുകളിലത്തെ ആ പൈപ്പിന്റെ ഇടയ്ക്കേക്കടെ വന്നേക്കണേ അതേപോലെ തന്നെ ഇത് വരേണ്ടതായിരുന്നു കാണിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഇഷ്യൂ അവിടെ ഉണ്ട്. പക്ഷെ അത് പ്രശ്നമല്ല, സോൾവ് ചെയ്യാവുന്നുള്ളൂ. അത് സോൾവ് ചെയ്തെടുക്കും എന്തായാലും. ബാക്കി ഭാഗങ്ങൾ ഇപ്പോൾ ക്ലിയർ ആക്കിയെടുക്കും. അത് ആ പ്രശ്നം അത് പരിഹരിച്ചു. അത് അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഹോൾ അങ്ങോട്ട് ഇട്ടു. ഒരു ഹോളിട്ടിട്ട് പൈപ്പ് കയറ്റി ഇട്ടു. അപ്പോൾ അവിടെ ചെറിയൊരു ഹോൾ അവിടെ സുഷിയുടെ അവിടെ കിടക്കും. നമ്മുടെ ഒരു ക്യാപ്പ് വരുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ അടഞ്ഞു പോകുള്ളൂ. ഇപ്പോൾ താഴത്തെ തട്ട് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 3/4 ഇഞ്ച് പൈപ്പും എൻഡ് ക്യാപ്പും കാലിന് 1.5 ഇഞ്ച് ക്യാപ്പും ടീയും എൽബോയും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ സാധനമെല്ലാം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തതാണ്. അതിൻ്റെ ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞായിരുന്നു. അതിന് മുമ്പ് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. കുറച്ച് നാൾ മുമ്പ് ഏകദേശം റെഡിയാക്കി വെച്ചിരുന്നതാണ്. ഇപ്പോൾ താഴെയുള്ള ഭാഗം മാത്രമാണ് ഇപ്പോൾ ഫിനിഷ് ആക്കാനും നോക്കിയുള്ളൂ. 2-3 വർഷം പൈപ്പോടെ ആവശ്യമുണ്ട്. അത് അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പണി തീരും. ഒരു കുറച്ച് പണി അതിൻ്റെ അതുള്ളത് ബാക്കി പെൻഡിങ് ഉണ്ട്, അത് തീർക്കും. ഇതാണ് അതിൻ്റെ റാക്കിൻ്റെ ഉൾവശം. ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം. താഴെ ഒരു സൈഡിൽ 3 ബോക്സ് താഴെയും 3 ബോക്സ്, ഒരു വലിയ ട്രേ ആണ് മുകളിൽ ഇട്ടേക്കുന്നത്. 3 വലിയ ട്രേ മുകളിലും, താഴെ 3 ട്രേയുടെ 2 കള്ളിയായിട്ട് റെഡിയാക്കി എടുത്തേക്കുന്നത്. എന്നിട്ട് വലിയ ഫിറ്റിങ്സ് ഇടാനുള്ളത് കൊണ്ടാണ് മുകളിൽ വലിയ ട്രേ ആക്കി ഇട്ടേക്കുന്നത്. അപ്പോൾ താഴെ 3 3 6 കളവും മുകളിൽ 3 കളവുണ്ട്. വലിയ ഫിറ്റിങ്സ് ഇടാവുന്ന 3 കളവുണ്ട്. അത് PVC പൈപ്പിൽ മാത്രമായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കണതാണ് കംപ്ലീറ്റ്. അതാണ് എൽബോ ടീ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആകെ
അഡീഷണലായിട്ട് ഒരു വർക്ക് എൻഡ് ക്യാപ്പിൻ്റെ സൈഡിൽ എൻഡ് ക്യാപ്പിൻ്റെ സ്പേസിങ് ഇട്ടിട്ടുണ്ട്. ഒരു ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ ക്രോസ് ഇത് ഇടാൻ വേണ്ടിയിട്ട്. അതിനാദ്യം കാണിച്ചു തന്നിരുന്നു. പിന്നെ അഡീഷണലായിട്ട് വേറൊരു സാധനം ഉണ്ടാക്കി എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ക്രോസ്, അതൊരു ക്രോസ് ടീ ആണ്. ആ ക്രോസ് ടീ ഫാബ്രിക്കേറ്റ് ചെയ്താണ്. 2 ടീ വാങ്ങിച്ചിട്ട് അതിൻ്റെ ക്രോസായിട്ട് കീറിയെടുത്തിട്ട് അത് രണ്ടും തമ്മിൽ ഇടയ്ക്ക് വെച്ചിട്ട് വെൽഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് ടീ ആയിട്ടുണ്ട്. അങ്ങനെ ക്രോസ് ടീ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു 8 പീസ് ക്രോസ് ടീ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ക്രോസ് ടീ ഉപയോഗിച്ചിട്ടാണ് ഇട്ടേക്കുന്നത്. ബാക്കി ടീ, എൽബോ, എൻഡ് ക്യാപ്പ് അങ്ങനെ സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. PVCയുടെ റാക്കാണ് ഉണ്ടാക്കിയേക്കുന്നത്.